എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ആ പേഴ്സൻ്റെ സന്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി എന്താണെന്ന്. അതിനുശേഷം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ആ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതായത് ആ പേഴ്സൻ്റെ സന്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. എല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. സ്പിരിച്വൽ കണക്ഷൻ്റെ ശക്തമായിട്ടുള്ള ഒരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷം തോന്നുന്ന സമയത്തോ അല്ലെങ്കിൽ വിഷമം തോന്നുന്ന സമയത്തോ നിങ്ങൾ ആ പേഴ്സണോട് പറയാറുണ്ട്. ആ പേഴ്സൺ ഇതുപോലെ സന്തോഷം തോന്നുന്ന സമയത്തോ അല്ലെങ്കിൽ വിഷമം തോന്നുന്ന സമയത്തോ ആ പേഴ്സൺ നിങ്ങളോടും പറയാറുണ്ട്. അതായത് ആ പേഴ്സൺ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളോടത് ആ പേഴ്സൺ പറയുകയാണെങ്കിൽ, നിങ്ങളോടത് പറഞ്ഞു കഴിയുമ്പോൾ പേഴ്സൻ്റെ വിഷമം മാറുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും കുറയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും നിങ്ങളുടെ വിഷമം ആ പേഴ്സണോട് പറയുമ്പോൾ നിങ്ങളുടെ വിഷമവും കുറച്ച് കുറയും അല്ലെങ്കിൽ മാറുമെന്നുള്ളതാണ്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ ആ പേഴ്സണും നിങ്ങൾക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതായിരിക്കും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലോ സന്തോഷമുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആ പേഴ്സണോട് പറയാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ആ പേഴ്സൻ്റെ വിഷമം അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷം നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല. ഇതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മേ ബി നിങ്ങളെക്കാൾ കൂടുതൽ അത് ആ പേഴ്സണാണ് മിസ് ചെയ്യുന്നത്. കാരണം ആ പേഴ്സൺ എന്ത് വിഷമമുണ്ടായാലും എന്ത് സന്തോഷമുണ്ടായാലും നിങ്ങളോടാണ് ആ പേഴ്സൺ ആദ്യം വന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങളോട് അത് ആ പേഴ്സൺ പറയാതിരിക്കില്ല എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളും. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നതിനേക്കാൾ ആ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്കും ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളും ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നതിനേക്കാൾ ആ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങളും ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. അതായത് ഒരാൾ കുറച്ച് സ്നേഹിക്കുക, ഒരാൾ കൂടുതൽ സ്നേഹിക്കുക, അങ്ങനെയല്ല. ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം തന്നെ നിങ്ങളും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സൻ്റെ സോൾമേറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ കാണുന്നത് നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപുള്ള ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്തെക്കുറിച്ച് ആ പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എത്ര നാളായി ആ വഴക്കൊക്കെ കഴിഞ്ഞിട്ട്, ഇനിയെങ്കിലും നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിച്ചുകൂടെ, ഇനിയെങ്കിലും ആ വഴക്കിനെക്കുറിച്ചൊക്കെ മറന്നുകൂടെ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് ആ പേഴ്സൺ അറിയില്ല. ആ പേഴ്സൺ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിക്കാനായിട്ട്. ആ പേഴ്സൺ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല. അതോർത്ത് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. അതായത് ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുകയാണ്, എന്നോടൊന്ന് സംസാരിച്ചുകൂടെ, എനിക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമല്ലോ, പിന്നെ എന്താ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് എന്നൊക്കെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയുന്ന ഒരാളായിരിക്കാം. പക്ഷേ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയാത്ത ഒരാളായിരിക്കാം. ആ പേഴ്സൺ അധികം സംസാരിക്കാത്ത ഒരാളായിരിക്കാം. പക്ഷെ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സൊക്കെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കാം.
അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നത്. നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്തും നിങ്ങളായിരിക്കാം ആ പേഴ്സണോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക. ആ പേഴ്സൺ നിങ്ങൾ പറയുന്നത് കേൾക്കുക മാത്രമായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമായിരിക്കാം ഇത്, അതായത് ആ പേഴ്സൺ അധികം സംസാരിക്കില്ല എന്ന്. അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ആ പേഴ്സൺ അധികം സംസാരിക്കില്ല എന്ന്, അതുകൊണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിച്ചുകൂടെ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ ഒരുപാട് സന്തോഷത്തിലാണ്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വിഷമിക്കുന്നില്ല എന്നൊക്കെ. ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ വിഷമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പേഴ്സൺ വിഷമിക്കുന്ന അത്രത്തോളം നിങ്ങൾ വിഷമിക്കുന്നില്ല എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നാണ്. അത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാലും ഇല്ലെങ്കിലും ആ പേഴ്സൺ സന്തോഷമായിട്ടിരിക്കണം. നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. പക്ഷെ അതേസമയം തന്നെ ആ പേഴ്സൺ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊരു വിഷമം നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. നിങ്ങൾ ആ പേഴ്സണെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊരു വിഷമം ആ പേഴ്സണും ഉണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, മേ ബി നിങ്ങൾ കുറച്ച് പോസസീവായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത്. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി നമുക്ക് ആ പേഴ്സൺ എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. അതായത് ആ പേഴ്സൻ്റെ സന്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് മേ ബി ആ പേഴ്സൺ കുറച്ച് ദേഷ്യത്തിലായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കട്ടെ, ആ പേഴ്സൺ ഇനി നിങ്ങളോട് വന്ന് സംസാരിക്കില്ല എന്നൊക്കെ ആ പേഴ്സൺ വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ പേഴ്സണ് മനസ്സിലായി നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കാൻ ആ പേഴ്സണ് സാധിക്കില്ല. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ പേഴ്സണ് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം നിങ്ങളോട് സംസാരിക്കാതെ ഇരുന്നാൽ ആ പേഴ്സൺ ഒരിക്കലും കിട്ടില്ല എന്ന് ആ പേഴ്സൺ അറിയാം. മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കുന്നത് മേ ബി നിങ്ങളായിരിക്കാം ആ പേഴ്സണോട് പിണങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെയാണ് വിചാരിക്കുന്നത്, നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയം തൊട്ട് ഇപ്പോൾ വരെ ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ പേഴ്സൺ അത്ര പേഷ്യൻസ് ഉള്ള ഒരാളല്ല, പക്ഷേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ വളരെയധികം പേഷ്യൻസ് ഉള്ള ഒരാളായിട്ട് മാറി. ആ പേഴ്സൻ്റെ പേഷ്യൻസ് ഒരുപാട് കൂടി എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അങ്ങനെയാണ്. മേ ബി നിങ്ങളുടെ പേഷ്യൻസും ഒരുപാട് കൂടിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം. അത് വളരെ നല്ലൊരു കാര്യമാണ്. ആ പേഴ്സൺ നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളും ആ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ പേഴ്സൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹത്തിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണം എന്നുള്ളതാണ്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്നതാണ് ആ പേഴ്സൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. ഇത് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആ പേഴ്സൻ്റെ കരിയറിൽ മേ ബി ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് ഓർത്തും ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആ പേഴ്സൺ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി ആ പേഴ്സൻ്റെ കരിയറിൽ ആ പേഴ്സണ് ലഭിക്കുന്നില്ല. അതോർത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എങ്കിലും ആ പേഴ്സണൊരു വിശ്വാസമുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആ പേഴ്സൻ്റെ കരിയറിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്ന് ആ പേഴ്സൺ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. മേ ബി ആ പേഴ്സൺ യൂണിവേഴ്സിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.